ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് എന്ന് പറയുന്നത് എൻ്റെ മദർ ഇൻ ലോ ഉണ്ടാക്കുന്ന ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ഞാൻ എവിടുന്നും പിന്നെ കഴിച്ചിട്ടില്ല. ഞാൻ ഈ കട്ട്ലറ്റ് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കട്ട്ലറ്റ് കൊള്ളാം. എങ്കിലും ഉമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ, ഉമ്മയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കട്ട്ലറ്റ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ 1 കിലോ ബീഫ് എടുത്ത് നെയ്യൊക്കെ കളഞ്ഞ് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് കുക്കറിലാക്കി വെച്ചിരിക്കുവാണ്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട മസാലകൾ നമുക്ക് ഓരോന്നായി നോക്കാം. അതിനു വേണ്ടി ഇവിടെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി 2 ഇഞ്ച് കഷ്ണം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, വെളുത്തുള്ളി 10 എണ്ണം, കൂടാതെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ച് അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഈ മസാല ഇത് ബീഫിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കറിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റിനുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 5 മീഡിയം സൈസ് സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയുണ്ട്. 1 നാരങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീരാണ് വേണ്ടത്. 10 വെളുത്തുള്ളി വേണം. കൂടാതെ 5 or 6 പച്ചമുളക് വേണം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി എടുത്തു വയ്ക്കുക. ഈ എടുത്തു വെച്ച ഇത്ര ഇൻഗ്രീഡിയൻസിൽ നിന്ന് നാരങ്ങയും മല്ലിയിലയും ഒഴിച്ച് ബാക്കിയുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെക്കണം. ഇതിലോട്ടുള്ള പൊടികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ഇനി ഈ കട്ട്ലറ്റിന് വേണ്ടി ഇവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കുക. ഈ കട്ട്ലറ്റ് പൊരിക്കുന്നത് ബ്രെഡ് ക്രംസിലാണ്. 8 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയാൽ മതി. ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇങ്ങനെ ചെറിയ തീയിലിട്ട് 5 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് വീണ്ടും 1 മിനിറ്റും കൂടി വഴറ്റുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെയും വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് മിക്സിയിൽ നമ്മൾ വേവിച്ച ബീഫൊന്നും വെള്ളമില്ലാതെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ബീഫും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീരാണിത്. 2 ടേബിൾ സ്പൂൺ ഉണ്ട് നാരങ്ങയുടെ നീര്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതായത് മുട്ട 3 എണ്ണം എടുത്ത് നമുക്ക് വെള്ള മുക്കി പൊരിക്കാനായിട്ടും എടുക്കാം. മുട്ടയുടെ ഉണ്ണി നമുക്ക് വേസ്റ്റ് ആക്കാതെ ഈ കട്ട്ലറ്റ് കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയും കിട്ടും. ഈ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഏകദേശം 3 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കുക.
ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് അവിടെ 5 മിനിറ്റോളം ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമ്മൾ നല്ലതുപോലെ മാഷ് ചെയ്ത്, ഒരു കഷ്ണങ്ങൾ പോലും ഇല്ലാതെ നല്ലതുപോലെ മാഷ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. എരിവ് പോരാന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എരിവും പാകമാക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ 40 മുതൽ 50 കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഞാൻ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് 1 കിലോ ബീഫിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3/4 കിലോ വരെയും ഉരുളക്കിഴങ്ങിൻ്റെ അളവ് എടുക്കാവുന്നതാണ്. ആ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ മുക്കിയാണ് നമ്മളിനി പൊരിക്കുന്നത്. ഇനി പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കട്ട്ലറ്റ് റൈറ്റ് ഹാൻഡും കൊണ്ടെടുത്ത് നമ്മൾ മുട്ടയിൽ മുക്കി അത് ബ്രെഡ് ക്രംസിലോട്ടിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്തെടുക്കുക. പലരും മുട്ടയുടെ വെള്ളയിൽ മുക്കി അതേ കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിലും ഇട്ട് ഉരുട്ടുന്നതായിട്ട് കാണാം. അങ്ങനെ ചെയ്യാതെ ഈ പറഞ്ഞ പോലെ മുട്ടയിൽ മുക്കുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ കട്ട്ലറ്റുകളും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് കട്ട്ലറ്റുകൾ ഇട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ പൊരിച്ചെടുക്കാം. കട്ട്ലറ്റ് പൊരിക്കുന്നത് ബ്രെഡ് ക്രംസിൽ തന്നെ പൊരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പലരും റസ്കിൻ്റെ പൊടി വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലും ടേസ്റ്റിയാണ് ബ്രെഡ് ക്രംസ്. അത് മാത്രമല്ല ക്രിസ്പിനെസ് കുറേ നേരം നീണ്ടു നിൽക്കും. മല്ലിയിലയുടെ അളവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ മല്ലിയില വേണ്ടാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊരു മീഡിയം ലെവലിൽ 1 കപ്പ് മല്ലിയില എന്ന് പറഞ്ഞത്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടി ഇത് സോസും കൂട്ടി നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യുക. മറ്റൊരു നല്ല വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്